അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, വഴിക്കടവ് വിവാദം കഴിഞ്ഞ 2 ദിവസമായി നിലമ്പൂരിൽ വല്ലാതെ ചർച്ചയായ ഒരു സംഭവമാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണമാണ് ഈ വിവാദത്തെ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇത്രയധികം വിവാദമാക്കിയത് എന്നുള്ള വ്യാഖ്യാനം വന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ മന്ത്രിക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു, സ്വാഭാവികമാണ്. പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതിനെ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് വഴിക്കടവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയാണ് മുന്നണികൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ വിഷയം ഇതാദ്യം ഈ ഒരു അപകട വാർത്ത പുറത്തു വരുമ്പോൾ സർക്കാരിനെതിരെ വലിയൊരു വികാരമായി മാറും. കാരണം നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂരിലെ ഈ പ്രദേശം ഉൾപ്പെടെ വലിയ വനമേഖലയാണ്. എപ്പോഴും വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. ജനങ്ങൾ പൊറുതിമുട്ടി പകൽ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന മേഖലയുമാണ്. അവിടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കുട്ടി പന്നിക്ക് വേണ്ടി കർഷകൻ വച്ച കെണിയിൽ കുടുങ്ങി മരിച്ചു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് പന്നിക്ക് വച്ച കർഷകർക്ക് രക്ഷയ്ക്ക് വേണ്ടി വച്ച കെണിയല്ല, പകരം ഇത് പന്നിയെ വേട്ടയാടാൻ വേട്ടക്കാർ ഒച്ച കെണിയാണ് എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നത്. അതോടുകൂടി സർക്കാർ കുറച്ചുകൂടി പ്രതിപക്ഷം കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ വിഷയത്തിൽ നിലപാടെടുത്ത് രംഗത്ത് വരുന്നു. അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഈ കുട്ടിക്കുണ്ടായത്. അനന്തു സർക്കാർ സ്പോൺസേഡ് കൊലപാതകത്തിൻ്റെ ഇര എന്ന ഒരു വിമർശനവുമായി രാത്രി ഈ സംഭവം നടന്ന രാത്രി ഏതാണ്ട് 1.5 മണിക്കൂറോളം പ്രധാന പാത ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് സമരം നടത്തി. അവിടെ സർക്കാർ ഒന്ന് പ്രതിരോധത്തിലായി. പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത സർക്കാർ മനസ്സിലാവുന്നത്. ഇതൊരു മൃഗവേട്ടയുടെ ഭാഗമാണ്. അവിടെ സർക്കാർ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ തന്ത്രം മാറ്റുകയായിരുന്നു. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് മന്ത്രി AK ശശീന്ദ്രനാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ കണ്ടുള്ള ഒരു പ്ലോട്ട് സൃഷ്ടിക്കലാണ്, ഒരു ഗൂഢാലോചനയാണെന്ന വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നു. ഇന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞ അതേ നിലപാടാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചതെങ്കിൽ പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇത് ശശീന്ദ്രൻ്റെ പലപ്പോഴും അദ്ദേഹം ഈ വനം വിഷയങ്ങളിലൊക്കെ എടുത്തുചാടിയുള്ള പ്രസ്താവനകളുടെ ഭാഗമായി മാത്രം ഇതിനെ ആദ്യം വിലയിരുത്തുകയുണ്ട്. പക്ഷേ പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതാണ്, മന്ത്രി പറയുന്നതിനെ അങ്ങ് പിന്തുണയ്ക്കുകയാണോ, അത്തരമൊരു രാഷ്ട്രീയ കൂടാതെ നടന്നിട്ടുണ്ടോ? MV ഗോവിന്ദനും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അതോടുകൂടി CPM-ന്റെ ഇടതുമുള്ള ഒരു നിലപാടായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അവിടെ നിന്നാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായത്. പ്രതിപക്ഷത്ത് തന്നെ അവർ സമരമേറ്റെടുത്ത രീതിയെക്കുറിച്ച് വിമർശനം ഉയർന്നു. ഈ ഒരു വിഷയത്തിൽ ആശുപത്രികളോട് പോലും വിരോധിച്ചുകൊണ്ട് സമരം വേണമോ എന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നപ്പോൾ സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷം കുറച്ചുകൂടി അത് ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രതിപക്ഷത്ത് ഇത് രാഷ്ട്രീയം ഉപയോഗിക്കുന്നതിനെതിരെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. K മുരളീധരനും VM സുധീരനും ഒക്കെ ഇതൊരു മാനുഷിക പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ട ഒന്നല്ല, ഉദ്യോഗസ്ഥ വീഴ്ച അതിന് നിലപാടുമായി രംഗത്ത് വന്നു. അങ്ങനെ പ്രതിപക്ഷം ഒന്ന് പിന്നോട്ട് പോയി. സർക്കാരും സ്വാഭാവികമായും അങ്ങനെ പ്രതിപക്ഷം പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് പോകുന്ന ചോദ്യം സർക്കാർ കേന്ദ്രങ്ങളിലും ഉയർന്നു. മന്ത്രിയുടെ അഭിപ്രായം ശരിയായില്ല എന്ന ഒരു നിലപാട് മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കും CPM ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇന്ന് മഞ്ജുഷയോട് സംസാരിച്ചപ്പോൾ അരുണ്, മുഖ്യമന്ത്രി വിളിച്ചിരുന്നോ എന്നും മുഖ്യമന്ത്രി ശാസിച്ചോ എന്നുമൊക്കെ ചോദിച്ചു. മുഖ്യമന്ത്രി ശാസിച്ചു എന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് തെറ്റാണെന്ന് മന്ത്രി പറയുമ്പോഴും സ്വാഭാവികമായും ഈ പ്രസ്താവന ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും അത് വല്ലാത്ത തോതിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും പ്രതിപക്ഷമൊക്കെ ശശീന്ദ്രനെതിരെ വലിയ തോതിൽ രംഗത്ത് വന്നതുമൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച് കാണുമല്ലോ. ഒന്ന് പിന്നോട്ട് പോകണമെന്ന നിർദ്ദേശം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നു കാണണമല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശാസിക്കും എന്ന് പറഞ്ഞ ആ രീതിയിലേക്ക് നമുക്ക് അത് വ്യാഖ്യാനിക്കാനാകില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഇതിലൊരു അപകടം മണത്ത് കാണണം. അദ്ദേഹം 13-ാം തീയതി വരാനിരിക്കുകയാണ്. ഈ ഒരു വന്യജീവി സംഘർഷം ഒരു വിഷയമായി ഇവിടെ ഉയർന്നു നിൽക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അരുണ്, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്, കേൾക്കാമോ? പറഞ്ഞോളൂ. തുടരാം. രഞ്ജിത്ത്, വികസനമാണ് സർക്കാർ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സർക്കാരിനെ നേരിട്ട് നോവിക്കുന്ന, സർക്കാർ നേരിട്ട് ബാധിക്കുന്ന വന്യജീവി സംഘർഷവും മനുഷ്യ സംഘർഷം ചർച്ചയാകുമ്പോൾ അത് സർക്കാരിന് ഗുണം ചെയ്യില്ല. അതിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരാതിരിക്കാനാണ് പരമാവധി ഇടതുമുന്നണി ശ്രമിച്ചത്. പക്ഷേ ഈ ഒരു അപകടമുണ്ടാകുന്നു, കുട്ടി മരിക്കുന്നു, അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ചർച്ചയിലേക്ക്, ആ വിഷയം തന്നെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കി. അവിടെ മന്ത്രിയുടെ പ്രസ്താവന ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ കത്തി നിൽക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയത്തും അത് കത്തി നിൽക്കാൻ ഇടയാക്കുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും സർക്കാരിന് ഉണ്ടായത്. അതുകൊണ്ടാണ് സർക്കാർ അതിലൊരു ഭയപ്പെട്ട നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ട